Question number 5. Question number 5 is a question from the chapter Straight Lines. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻസിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് A9,0. സോ എ എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡിറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ സ്ട്രൈറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്താ? അത് 9,0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു ആൻഡ് ഓൾസോ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇഫ് ദിസ് ലൈൻ ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് എ, നമ്മൾ ഈ സ്ട്രൈറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു? എ എന്ന പോയിന്റിൽ ഫിക്സ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. എത്രയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? 15 ഡിഗ്രി ഇൻ ദി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ദ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ ഇൻ ദ ന്യൂ പൊസിഷൻ അതാണ് വേണ്ടത്. ശരിയല്ലേ? എനിവേ നമുക്ക് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ജസ്റ്റ് ഒന്ന് വരച്ചിരിക്കുന്നു. ഓക്കെ, ഇത് വൈ ആക്സിസ് ആണ്. ഇനി അതേപോലെ തന്നെ എക്സ് ആക്സിസ് എടുത്തു. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആണ്. മാർക്ക് ചെയ്തേക്കാം. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ഒറിജിൻ ആണല്ലോ അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 9,0. അപ്പോൾ അത് എക്സ് ആക്സിസിൽ തന്നെയുള്ളൊരു പോയിന്റ് അല്ലേ? സോ എ ഈസ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തു. വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ നോക്കാം. നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് 30 ഡിഗ്രി ആംഗിൾ അല്ലേ മേക്ക് ചെയ്യുന്നത്? അത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ഡിറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെയാണ് ആ ലൈൻ വരച്ചത് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ. ഇത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ 30 ഡിഗ്രി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? യെസ്. അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ സ്ട്രൈറ്റ് ലൈനിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട്, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ അല്ലേ, ഈ ഡയറക്ഷനിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. എത്രയാണ് റൊട്ടേറ്റ് ചെയ്തത്? 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ സപ്പോസ് ആ പുതിയ ലൈൻ ഞാനൊന്ന് വരയ്ക്കട്ടെ. പുതിയ ലൈൻ എന്ന് പറഞ്ഞാൽ ദാ ഇതാണെന്ന് വിചാരിച്ചു. പുതിയ ലൈൻ എന്ന് പറഞ്ഞാൽ ദാ ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ 15 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ലൈനിൻ്റെ ഇക്വേഷനല്ലേ വേണ്ടത്? അതായത് ഗ്രീൻ കളറിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് വേണ്ടത് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതാ നോക്കിയേ മക്കളെ, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ റെഡ് കളർ ലൈൻ എടുത്താൽ ആ റെഡ് കളർ ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി അല്ലേ? അല്ലേ? നമ്മൾ പക്ഷേ അതിനെ എത്ര കണ്ടാവുന്ന റൊട്ടേറ്റ് ചെയ്തത്? 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നതും എത്രയായിരിക്കും? 15 ഡിഗ്രി അല്ലേ? ഉറപ്പാണ്. ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ 30 ഡിഗ്രി ആയിരുന്നു. നമ്മളൊരു 15 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ 15 ഡിഗ്രി മാറി. ഇനി ബാക്കി താഴോട്ട് 15 ഡിഗ്രി അല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ഈ പുതിയ സ്ട്രൈറ്റ് ലൈൻ ഉണ്ടല്ലോ, ആ സ്ട്രൈറ്റ് ലൈൻ പാസ് ചെയ്യുന്നത് 9,0 എന്ന പോയിന്റിലൂടെയല്ലേ? ഇനി അതേപോലെ തന്നെ നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ, അതായത് ഈ പുതിയ സ്ട്രൈറ്റ് ലൈൻ നമ്മളവിടെ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്ന ആ സ്ട്രൈറ്റ് ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 15 ഡിഗ്രി അല്ലേ? അഥവാ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയാ? 15 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എത്രയാ മക്കളെ വരിക? സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ ഓർ ടാൻ 15 ഡിഗ്രി അല്ലേ? ടാൻ 15 ഡിഗ്രി എന്നുള്ളത് കാൽക്കുലേഷൻ നടത്തിയാൽ നമുക്കറിയാം 2 - √3 അല്ലേടാ അല്ലേ? ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ 15 ഡിഗ്രി എന്ന് പറയുന്നത് 2 - √3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പുതിയ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ. എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത്? y - y കോർഡിനേറ്റ്. നമ്മുടെ പോയിന്റിൻ്റെ y കോർഡിനേറ്റ് എത്രയാ? 0 അല്ലേ? അപ്പോൾ y - y കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു സ്ലോപ്പ് 2 - √3 അല്ലേ ഇൻറ്റു എക്സ് മൈനസ് എക്സ് കോർഡിനേറ്റ്. എക്സ് മൈനസ് 9 എന്ന് കിട്ടത്തില്ലേ? എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് എത്രയാ? 9 ആണല്ലോ. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഓപ്ഷനിലുള്ളതുപോലെ വരുത്തിയാൽ മതിയാകും. അപ്പോൾ ഞാൻ ഒരു 2 - √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ y/2 - √3 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 9 എന്ന് കിട്ടും. ശരിയല്ലേ? നമുക്കിവിടെ വെച്ചിട്ടെ ഈ -9 മറു സൈഡിലേക്കും ഈ ക്വാണ്ടിറ്റി ഇവിടേക്കും ഒന്ന് കൊണ്ടുവന്നാൽ എങ്ങനെയാകും? അപ്പോൾ ഇത് ഇവിടേക്ക് എഴുതാം അല്ലേ? അപ്പോൾ 9 മറു സൈഡിലേക്ക് പോയി, -9 മറു സൈഡിൽ പോയപ്പോൾ +9 ആയിട്ട് മാറിയില്ലേ? ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് y ഡിവൈഡഡ് ബൈ 2 - √3 അല്ലേ? അതായത് 9 ഇസ് ഈക്വൽ ടു എക്സ്. ഇനി നോക്കിയാൽ മക്കളെ, ഏതാ ഈ മൈനസ് ഉണ്ടല്ലോ, ആ മൈനസ് എടുത്ത് ഡിനോമിനേറ്ററിലേക്ക് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാലോ? ആ മൈനസ് എടുത്ത് ഞാൻ ഡിനോമിനേറ്ററിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആകും. ഡിനോമിനേറ്റർ 2 - √3 എന്നുള്ളത് തിരിച്ച് √3 - 2 ആയിട്ട് മാറത്തില്ലേ? അപ്പോൾ 9 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ √3 - 2 എന്നല്ലേ വരുന്നത്?
അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ നമുക്ക് ഏതാ ചൂസ് ചെയ്യാൻ പറ്റുന്നത്? നോക്കിയേ, ഓപ്ഷൻ 1 അല്ലേ, y/√3 - 2 + x = 9 എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.